ഈ യൂണിറ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ് ബേസ്ഡ് ഓൺ ടൈം, നേച്ചർ ഓഫ് എലമെൻറ്റ്, ഡിഗ്രി ഓഫ് ട്രേസബിലിറ്റി ടു ദ പ്രോഡക്റ്റ്, അസോസിയേഷൻ വിത്ത് ദ പ്രോഡക്റ്റ്, ചേഞ്ച് ഇൻ ആക്ടിവിറ്റി ഓർ വോളിയം, ഫങ്ഷണൽ, റിലേഷൻഷിപ്പ് വിത്ത് അക്കൗണ്ടിങ് പീരീഡ്, കൺട്രോളബിലിറ്റി, അനലിറ്റിക്കൽ ആൻഡ് ഡെസിഷൻ മേക്കിംഗ്, അവോയ്ഡബിലിറ്റി, അതേഴ്സ്. അപ്പോൾ ഇതിനകത്ത് 11 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് എലമെൻ്റ് ആണെങ്കിൽ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. അപ്പോൾ ഇതിനെല്ലാം 1 by 1 ആയിട്ട് നമുക്ക് നോക്കി പോകാം. ഓൺ ദ ബേസ് ഓഫ് ടൈം ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്, അതായത് ഒറിജിനൽ കോസ്റ്റ്. നമ്മൾ ആ ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് ഇൻകർ ആയി, അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻവോയ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് നമുക്ക് അറിയാൻ പറ്റും, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇനി പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് വെക്കും. ചിലപ്പോൾ പാസ്റ്റ് ഡേറ്റ നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷണൽ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ടായിരിക്കും. നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് റേറ്റ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് എലമെൻറ്റ്. നേച്ചർ ഓഫ് എലമെൻറ്റിൻ്റെ ബേസിൽ കോസ്റ്റിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്: മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. ആദ്യം നമ്മൾ പറഞ്ഞു ടൈമിൻ്റെ ബേസിലാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നും പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നേച്ചർ ഓഫ് എലമെൻറ്റിൻ്റെ ബേസിൽ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ്. അപ്പോൾ ഇതിൽ ദ സെയിം ഹാവ് ബീൻ ഡിസ്കസ്ഡ് ഏർലിയർ ഇൻ ദ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് അങ്ങനെ ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് മെറ്റീരിയലിൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ലേബറിൽ തന്നെ ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, പിന്നെ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം കൂടി. അപ്പോൾ അങ്ങനെയും കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ട്രേസബിലിറ്റി ടു ദ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതായത് ട്രേസബിലിറ്റി. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹാർഡ് ഡിസ്ക് നമുക്കതിൽ സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഡയറക്റ്റ് കോസ്റ്റാണ്. അപ്പോൾ അതാണ് ഡിഗ്രി ഓഫ് ട്രേസബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കോമൺ ആയിട്ട് ഇൻകർ ആവുന്ന കോസ്റ്റാണ്. ഇപ്പം നട്ട്, ബോൾട്ട്, മദർ ബോർഡിൽ യൂസ് ചെയ്യുന്ന ഗ്ലൂ, അപ്പോൾ അതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും അത് നമ്മൾ എല്ലാ ഐറ്റംസിനും കൂടെ ചേർത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് എത്ര യൂസ് ചെയ്തു എന്നുള്ളത് ഒരു പ്രോഡക്റ്റിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇനി ഡയറക്റ്റ് കോസ്റ്റ് ക്യാൻ ബി ഡയറക്ട്ലി അലോക്കേറ്റഡ് ടു ദ കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ, വൈൽ ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് നീഡ് ടു ബി അപ്പോർഷൻ ടു ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്. നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് ഡയറക്റ്റായിട്ട് ഒരു കോസ്റ്റ് യൂണിറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെ ഒരു കോസ്റ്റ് സെൻറ്ററിലോട്ട് ഡയറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ മൊത്തം കോസ്റ്റും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു കോസ്റ്റ് യൂണിറ്റിലേക്ക് പ്രൈസിൽ അങ്ങ് എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇൻഡയറക്റ്റ് കോസ്റ്റ് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ബേസിൽ ഏതെങ്കിലും ഒരു ബേസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം മെഷീൻ അവേഴ്സ് അല്ലെ ലേബർ അവേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ബേസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ ഇൻഡയറക്റ്റ് കോസ്റ്റ്. കാരണം നമ്മൾ ഒരു യൂണിറ്റിന് വേണ്ടി എത്ര ഇൻകർ ചെയ്തു എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺ ദ ബേസ് ഓഫ് അസോസിയേഷൻ വിത്ത് പ്രോഡക്റ്റ്. ഓൺ ദ ബേസിസ് ഓഫ് ചേഞ്ച് ഇൻ ആക്ടിവിറ്റി ഓർ വോളിയം, ഓൺ ദ ബേസിസ് ഓഫ് അസോസിയേഷൻ വിത്ത് പ്രോഡക്റ്റ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറയുന്നത് പ്രോഡക്റ്റ് കോസ്റ്റ്, പീരീഡ് കോസ്റ്റ്. പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ ഭാഗമായിരിക്കും ആ ഒരു എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഇൻവെൻട്രി വാല്യൂവിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ ഭാഗമായിരിക്കും അത്. അതിനെ നമുക്ക് നമ്മുടെ ഇൻവെൻട്രി വാല്യൂ ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പ്രോഡക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ അസറ്റായിട്ട് എടുക്കുക. അപ്പോൾ അതെന്ന് പറയുന്നത് ആ ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് വരെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അസറ്റായിട്ട് എടുക്കുക. അപ്പം പിന്നെ അത് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, ആ ഒരു അസറ്റ് എന്ന് പറയുന്നത് അവിടെ ഇല്ലാതാവും. ഓക്കെ, അത് സെയിൽ ചെയ്യുന്നത് വരെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അസറ്റായിട്ട് കാണിക്കും. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പാർട്ടായിട്ട് നമ്മൾ പ്രോഡക്റ്റ് കോസ്റ്റ് കൺസിഡർ ചെയ്യും. ഇനി പീരീഡ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല, അതൊരു എക്സ്പെൻസ് ആണ്. അത് ഏത് പീരീഡിലാണോ ഇൻകർ ചെയ്ത് ആ പീരീഡിലെ എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സാലറി ഓഫ് സെയിൽസ്മാൻ, കമ്മീഷൻ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ജനറലായിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്നതാണ്. അത് നമ്മൾ പീരീഡ് കോസ്റ്റായിട്ട് എടുക്കുക. ആ ഒരു പീരീഡിലേക്ക് ഇൻകർ ചെയ്ത്, അതായത് പ്രോഡക്റ്റും അല്ലെ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. നെക്സ്റ്റ്, ഓൺ ദ ബേസ് ഓഫ് ചേഞ്ച് ഇൻ ആക്ടിവിറ്റി ഓർ വോളിയം.
അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് ചേഞ്ച് ഇൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ വോളിയം. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ റിമെയിൻ സ്റ്റാറ്റിക് ഓർ കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് ചേഞ്ച് ആവത്തില്ല, ഒരു പർട്ടിക്കുലർ യൂണിറ്റ് വരെ അത് ചേഞ്ച് ആവത്തില്ല. അപ്പോൾ ടൈം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ യൂണിറ്റ് കൂടുന്നതനുസരിച്ച്, ഒരുപാട് യൂണിറ്റ് ഒരു ലിമിറ്റ് വിട്ട് കൂടുകയാണെങ്കിൽ മാത്രമേ ഫിക്സഡ് കോസ്റ്റ് കൂടത്തുള്ളൂ. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് പ്രപ്പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഫിക്സഡ് പോർഷനും കാണും, ഒരു വേരിയബിൾ പോർഷനും കാണും. ഓക്കെ, കുറച്ച് പോർഷൻ എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും, കുറച്ച് പോർഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ലെവൽ അല്ലെ വോളിയം ഓഫ് ആക്ടിവിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ യൂണിറ്റ് വരെ കൂടുകയും കുറയേയില്ല. പക്ഷേ വേരിയബിൾ കോസ്റ്റ് വിച്ച് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ടാണ്, വോളിയം ഓഫ് ഔട്ട്പുട്ടാണ്. വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടും, വോളിയം ഓഫ് ഔട്ട്പുട്ട് കുറയുമ്പോഴത്തേക്കും നമ്മുടെ വേരിയബിൾ കോസ്റ്റ് അതുപോലെ കുറയും. പിന്നെ സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് നെയ്തർ ചേഞ്ച് പ്രൊപ്പോർഷനേറ്റ്ലി നോർ റിമെയിൻ സ്റ്റാറ്റിക്. എക്സാമ്പിൾ റിപ്പയേഴ്സ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ അതിനകത്തൊരു ഫിക്സഡ് പോർഷനും കാണും, ഒരു വേരിയബിൾ പോർഷനും കാണും. നമ്മുടെ മെഷീൻസൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റുട്ടീൻ റിപ്പയേഴ്സും കാണും. അതുപോലെ അഡീഷണലായിട്ട് ചിലപ്പോൾ പെട്ടെന്നൊന്ന് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെയുള്ള റിപ്പയേഴ്സും കാണും. അപ്പോൾ അതിൽ വേരിയബിൾ പോർഷനും വരാം, ഫിക്സഡ് പോർഷനും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഉള്ള റിപ്പയേഴ്സ് ആണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കംപ്ലയിൻറ്റിൻ്റെ ഡെപ്ത് അനുസരിച്ച് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ സെമി വേരിയബിൾ കോസ്റ്റ്. അല്ലെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ചാർജസ്. നമുക്ക് ഓൾറെഡി ഒരു ഫിക്സഡ് ചാർജസ് ഇലക്ട്രിസിറ്റിക്ക് ഉണ്ട്. അതുകൂടാതെ നമ്മളെ യൂസേജ് ചാർജസ്, നമ്മൾ എത്ര യൂണിറ്റ് യൂസ് ചെയ്തോ അതിൻ്റെ ചാർജ് കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിളാണത്. പിന്നെ സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു റേഞ്ച് ഓഫ് ആക്ടിവിറ്റി വരെ, അല്ലെ 100 to 200 യൂണിറ്റ്സ്. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് ആക്ടിവിറ്റി വരെ എന്ത് ചെയ്യും, അത് ആ കോസ്റ്റ് സെയിം ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യും, പുതിയ ആക്ടിവിറ്റി ലെവലിലോട്ട് മൂവ് ചെയ്യും. ഒരു പരിധി കഴിഞ്ഞാൽ അത് പുതിയ ആക്ടിവിറ്റി ലെവലിലോട്ട് മൂവ് ചെയ്യും. അതാണ് സ്റ്റെപ്പ് കോസ്റ്റ്. ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ. അതിൻ്റെ കോസ്റ്റിൻ്റെ ഫംഗ്ഷൻ്റെ ബേസിൽ നമ്മൾ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, റിസർച്ച് കോസ്റ്റ്, ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് 7 പോയിൻറ്റ്സ് ആയിട്ടാണ് കോസ്റ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ ബേസിൽ ആദ്യം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റ്. അപ്പോൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഫാക്ടറി ഓവർ ഹെഡ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. നമ്മുടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് എന്തൊക്കെ ഇൻകർ ആയ, നമ്മുടെ സാലറീസ്, റെൻറ്റ് ഓഫ് ഓഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻകർ ആവുകയാണെങ്കിൽ അതെല്ലാം ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, മാനേജേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ്, അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ നമ്മൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് സെല്ലിംഗ് കോസ്റ്റ്, നമ്മുടെ സെയിൽസ്മാൻ സാലറി, അതേപോലെ സെയിൽസ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന എമൗണ്ട്, ഇതെല്ലാം നമ്മളെ സെല്ലിംഗ് കോസ്റ്റ്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് ഇൻകർ ആയാലും സെല്ലിംഗ് കോസ്റ്റ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞ്, അപ്പം നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിനെ ഫൈനലി കസ്റ്റമറിൽ എത്തിക്കണം. അപ്പോൾ അങ്ങനെ കസ്റ്റമറിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവുന്നു, അതാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ സെയിൽ ഓർ റിട്ടേൺ ബേസിസിലായിരിക്കും. എങ്ങനെ ആയാലും നമ്മൾ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻകർ ആവുന്ന എല്ലാ കോസ്റ്റും, നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിനെ നമ്മൾ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ആവുന്ന എല്ലാ കോസ്റ്റും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് റിസർച്ച് കോസ്റ്റ്. റിസർച്ച് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഫ് സെർച്ചിങ് ഫോർ ന്യൂ ഓർ ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ്. നമ്മൾ പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണ് റിസർച്ച് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പുതിയ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ട് നമുക്ക് പുതിയതായിട്ട് റിസർച്ച് കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫംഗ്ഷൻ്റെ ബേസിലാണ് എടുക്കുക, ഡിവൈഡ് ചെയ്യുക. പിന്നെ ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഡിസിഷൻ എടുത്തു, ആ ഡിസിഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് ഒരു പ്രോഡക്റ്റ്, ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് മെത്തേഡ് യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്.
ഫോർമൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മളെ കയ്യിൽ നിന്ന് ഇൻകർ ആയതാണ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. അപ്പോൾ എന്തെങ്കിലും ഇന്നോവേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഇൻകർ ആവുന്നത്. അപ്പോൾ അതിനെ രണ്ടായിട്ട് തന്നെ എടുക്കാം നമുക്ക്. പിന്നെ പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ട്രയൽ റൺ ചെയ്യുമല്ലോ. അപ്പോൾ ഫോർമൽ പ്രൊഡക്ഷൻ നമ്മൾ സെയിൽസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ട്രയൽ റൺ ചെയ്യും, അതാണ് പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ്. അതിന് നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് വെക്കുക. ചിലപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ആവാറുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുത്തിട്ട് ഫ്യൂച്ചർ കോസ്റ്റിലോട്ട് കുറേശ്ശെ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ കോസ്റ്റിലോട്ട് കുറേശ്ശെ നമ്മൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ്. പിന്നെ വന്നിട്ട് ഓൺ ദ ബേസ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് രണ്ടായിട്ടാണ് നമ്മൾ കോസ്റ്റിനെ തിരിച്ചിട്ടുള്ളത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻസ് ഓഫ് നോൺ റെക്കറിങ് നേച്ചർ, ഇത് റിപ്പീറ്റ് ചെയ്യാത്തതാണ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യത്തില്ല. ലോങ് ടേമിന് വേണ്ടി നമ്മൾ ഇൻകർ ചെയ്യുന്ന എന്തായാലും 2-3 ഇയേഴ്സിലേക്ക് അത് റിപ്പീറ്റ് ചെയ്യത്തില്ല. ബെനിഫിറ്റ് കണ്ടിന്യൂ ഓവർ എ ലോങ്കർ പീരീഡ്, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കൂടുതൽ കാലത്തേക്ക് കിട്ടുകയും ചെയ്യും. ഇറ്റ് ജനറലി റിസൾട്ട് ഇൻ അക്യൂസിഷൻ ഓഫ് പെർമനൻറ്റ് അസറ്റ്. അപ്പം യൂഷ്വലി ഇത് എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പെർമനൻറ്റ് അസറ്റൊക്കെ മേടിക്കുമ്പോൾ ഒരു പ്ലാന്റ്, ബിൽഡിംഗ്, ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ കറണ്ട് പീരീഡിലേക്ക് നമുക്ക് ഇൻകർ ചെയ്യുന്ന റെൻറ്റ്, സാലറി, മറ്റുള്ള ചെറിയ എക്സ്പെൻഡിച്ചർ, അതിനെല്ലാം നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിലേക്ക് വേണ്ടി മാത്രം അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ ഫിനിഷ് ആവും. അപ്പോൾ അങ്ങനെയുള്ളതാണ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ.